എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇതിൻ്റെ ഈ ഒരു ലെയർ ചെയ്തിട്ടെടുക്കാനാണെങ്കിലും വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിരോട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവാണ് കേട്ടോ എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദാമാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ 1 ഗ്ലാസ് മൈദാമാവ് അളന്നിട്ടെടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സ്വല്പം വാനില എസൻസ് ആണ്. വാനില പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാം കൂടെ. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല മയത്തിൽ തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം നമ്മൾ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു സ്വല്പം ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ കിട്ടും. അപ്പോൾ മാവ് ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് ഈ ഒരു സ്വീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു മാവ് ഒരു കിച്ചൺ ടവൽ ഇട്ടൊന്ന് മൂടുകയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഈ ഒരു മാവ് നമുക്കൊരു 15 to 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം എനിക്കൊരു 1/4 കപ്പ് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ, അതായത് ഒരു 125 ml വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 ഏലക്കായും 2 ഗ്രാമ്പുമാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ടിരുന്ന് ഉരുകി വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഒരു ഒറ്റനൂൽ പരുവാക്കിയൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയതായിട്ടൊന്ന് കെട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ കണ്ടില്ല, അത്യാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയതായിട്ട് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ ഞാനൊരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇതിപ്പോൾ കണ്ടില്ല, കുറച്ചും കൂടി നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവ് നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിൽ ഒരു 5 ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കാം. ഒട്ടും തന്നെ വിള്ളലുകളോ പൊട്ടലൊന്നും വരാതെ നല്ല പോലെ തന്നെ നമ്മൾ ഇതിലൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്, അതായത് ചോളത്തിൻ്റെ പൊടി. അപ്പോൾ ഇനി ഓരോ ബോൾസും എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു കോൺഫ്ലോറിൻ്റെ പൊടി അതിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഈ ഓരോ ബോൾസും കോൺഫ്ലോറിൽ മുക്കിയിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന ഒരു സമയത്തില്ലേ, നല്ല ഈസി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് തീരെ നല്ല നൈസായിട്ടാണ് പരത്തിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ പൊടിയും കൊണ്ടുള്ളതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസിലും ഒരു കോൺഫ്ലോറിൻ്റെ പൊടിയാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് വീണ്ടും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് ഒഴുകി പോകുന്ന ഒരു രീതിയിലല്ലാതെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പൊടികളുടെ അനുസരിച്ച് ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ ഒക്കെ കുറഞ്ഞെന്നോ കൂടിയെന്നോ ഇരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരുവത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് ഇതിലേക്ക് മൈദാമാവൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ കസ്റ്റാർഡ് പൗഡറിൽ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. മൈദാമാവാണ് ഓയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മളൊന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കി ബോൾസ് നമ്മൾ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതങ്ങ് ഡ്രൈ ആയി പോകും.
ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ആ ഒരു കോൺഫ്ലോറിൽ നമ്മൾ മുക്കിയെടുത്തുകൊണ്ട് തന്നെ നമുക്കിത് നല്ല നൈസായിട്ട് നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല നൈസായിട്ട് വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും കട്ടിയൊന്നും ഇല്ലാത്ത നല്ല നൈസായിട്ട് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള 4 ബോൾസ് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഓരോന്നും പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച് കൊടുക്കാതെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഇതുപോലെ കുറച്ച് കോൺഫ്ലോർ ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തി ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു ഓയിലിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് കുറച്ചൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക, എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒരു മാവ് എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് അതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഓയിലിൻ്റെ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തൂത്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒരു മാവ് തീരുന്നിടം വരെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഓയിലിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒരു മാവ് കറക്റ്റായിട്ടൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റത്തെയാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു മിക്സ് തൂത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു 2 സൈഡും ചെറിയതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് ഫുള്ളൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഞാൻ എല്ലാം തന്നെ ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്നും എടുത്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം റൗണ്ട് ആക്കിയിട്ട്. ഒരുപാടങ്ങ് വലുപ്പത്തിൽ പ്രസ് ചെയ്യണ്ട, ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി കൈ കൊണ്ട്, നമ്മൾ ഒരു പൊറോട്ടയ്ക്കൊക്കെ ആക്കുന്ന പോലെ തന്നെ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മാവും കൈ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അത്യാവശ്യം ഓയിൽ നല്ല ചൂടായിട്ട് തന്നെ കിടക്കുകയാണ്. ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പിയായി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ നല്ല ക്രിസ്പിയാക്കി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ആകുന്ന രീതിയിൽ തന്നെ നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു പരന്ന പാത്രത്തിലേക്ക് എല്ലാം കൂടെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഈ ഒരു സ്വീറ്റിലേക്ക് ബദാം മിൽക്ക് ഒഴിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു മടക്കൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.